കുട്ടികളുടെ FM 90.0 കർഷകന്റെ റേഡിയോ, കർഷകന്റെ വാക്ക്, കൃഷിയുടെ കൂട്ട്. ഈ പരിപാടി സ്പോൺസർ ചെയ്തിരിക്കുന്നത് ഫെർട്ടിലൈസേഴ്സ് ആൻഡ് കെമിക്കൽസ് ട്രാവൻകൂർ ലിമിറ്റഡ്, ഉദ്യോഗമണ്ഡൽ, എറണാകുളം. FACT കാർഷിക സ്പോൺസർഡ് പരിപാടി. ഏവർക്കും നമസ്കാരം. നമ്മൾ ഇന്ന് ചർച്ച ചെയ്യാൻ പോകുന്നത് തെങ്ങിന്റെ പ്രധാന രോഗങ്ങളും നിയന്ത്രണ മാർഗങ്ങളെയും കുറിച്ചാണ്. കൽപ്പവൃക്ഷം എന്നറിയപ്പെടുന്ന തെങ്ങ് ഏകദേശം 93 രാജ്യങ്ങളിലായി കൃഷി ചെയ്തു വരുന്നു. തെങ്ങ് കൃഷി ലോകമെമ്പാടുമുള്ള, പ്രത്യേകിച്ചും ഏഷ്യ പസഫിക് രാജ്യങ്ങളിലെ കേര കർഷകരെ സംബന്ധിച്ച് ഭക്ഷ്യസുരക്ഷ നൽകുന്ന വിള മാത്രമല്ല, ഒരു ജീവിതോപാധിയും കൂടിയാണ്. തെങ്ങ് കൃഷിയുടെ വിളവിസ്തൃതിയിലും ഉൽപാദനത്തിലും കേരളം മറ്റ് സംസ്ഥാനങ്ങളെ അപേക്ഷിച്ച് മുന്നിലാണെങ്കിലും ഉൽപാദനക്ഷമതയിൽ 5ാം സ്ഥാനത്താണ്. അതിന് പല കാരണങ്ങൾ ഉണ്ടെങ്കിലും ഏറ്റവും പ്രധാനപ്പെട്ടത് രോഗകീടബാധകളാണ്. തെങ്ങിന്റെ വളർച്ചയെയും വിളവിനെയും ഉൽപാദനക്ഷമതയെയും പ്രതികൂലമായി ബാധിക്കുന്ന ധാരാളം രോഗങ്ങളുണ്ട്. തെങ്ങിനെ മൊത്തത്തിൽ നശിപ്പിക്കുന്ന കൂമ്പ് ചീയൽ, ക്യാൻസർ പോലെ പതുക്കെ പതുക്കെ കൊല്ലുന്ന കാറ്റുവീഴ്ച, ചെന്നീരൊലിപ്പ്, ഓല ചീയൽ എന്നിവ അവയിൽ ചിലത് മാത്രം. തെങ്ങിനെ ബാധിക്കുന്ന പ്രധാന രോഗങ്ങളും അവയുടെ നിയന്ത്രണ മാർഗങ്ങളും ഇവിടെ നമുക്ക് ചർച്ച ചെയ്യാം. കൂമ്പ് ചീയൽ അഥവാ മണ്ട ചീയൽ രോഗം, രോഗകേതു ഫൈറ്റോഫ്തോറ പാൽമിവോറ. എല്ലാ പ്രായത്തിലുള്ള തെങ്ങുകളെയും ഈ രോഗം ബാധിക്കുന്നുണ്ടെങ്കിലും തൈത്തെങ്ങുകളിലാണ് ഈ രോഗം പ്രധാനമായും കാണുന്നത്. മഴക്കാലത്ത് മാത്രമാണ് ഏറ്റവും അനുയോജ്യമായ സാഹചര്യം. രോഗലക്ഷണങ്ങൾ: തൈകളുടെ നാമ്പോല മഞ്ഞ നിറമായി അഴുകുന്നു. ചെറിയ ഇളം കാറ്റ് അടിച്ചാലോ വലിച്ചാലോ നാമ്പോല ഊരിപ്പോരുന്നു. വളർച്ചയെത്തിയ തെങ്ങുകളിൽ നാമ്പോലയുടെ കടഭാഗം വെച്ച് അഴുകി ഒടിഞ്ഞു തൂങ്ങുന്നു. ആരംഭദശയിൽ തന്നെ കണ്ടെത്തിയില്ലെങ്കിൽ അഴുകൽ മണ്ടയിൽ പടരുകയും അടുത്തടുത്തുള്ള ഓലകൾ അഴുകി ഒടിഞ്ഞു തൂങ്ങുകയും പുതിയ പൂങ്കുലകൾ വരാതിരിക്കുകയും ചെയ്യുന്നു. ഈ അവസ്ഥയിൽ വെള്ളയ്ക്ക പൊഴിച്ചിലും കാണുന്നുണ്ട്. ആരംഭദശയിൽ തന്നെ കണ്ടെത്തിയില്ലെങ്കിൽ മണ്ട മൊത്തത്തിൽ അഴുകി തെങ്ങ് നശിച്ചു പോകാനിടയുണ്ട്. നിയന്ത്രണ മാർഗങ്ങൾ: തെങ്ങിനെ ശരിയായ രീതിയിൽ പരിപാലിച്ചാൽ രോഗബാധ വളരെയധികം കുറയ്ക്കാൻ സാധിക്കും. തെങ്ങിന്റെ മണ്ട വൃത്തിയാക്കുക, ആവശ്യമില്ലാത്ത ഉണങ്ങിയ ഓലകൾ, കൊതുമ്പ്, ക്ലാഞ്ഞിൽ എന്നിവ ഒഴിവാക്കി മണ്ട ചവിട്ടി അകറ്റി വായുസഞ്ചാരം ഉറപ്പാക്കുക. കൊമ്പൻ ചെല്ലികൾക്കെതിരെ പ്രതിരോധ നടപടികൾ എടുക്കുക. തെങ്ങിൻ തോപ്പുകളിൽ വെള്ളക്കെട്ട് ഒഴിവാക്കുക. ശരിയായ നടീൽ അകലം പാലിക്കുക. രോഗാരംഭത്തിൽ തന്നെ അഴുകിയ ഭാഗങ്ങൾ ചെത്തിമാറ്റി ബോഡോർ കുഴമ്പ് തേച്ചു കൊടുക്കുക. പുതിയ കൂമ്പ് വരുന്നത് വരെ കുമിൾനാശിനി ഒലിച്ചു പോകാതെ സംരക്ഷിക്കുകയും വേണം. രോഗം ബാധിച്ച തെങ്ങിൽ നിന്നും നീക്കം ചെയ്ത ഭാഗങ്ങൾ ശരിയായ രീതിയിൽ നിർമ്മാർജ്ജനം ചെയ്യുക, അല്ലെങ്കിൽ അവയിൽ നിന്നും വീണ്ടും രോഗബാധയ്ക്ക് സാധ്യതയുണ്ട്. കൂടാതെ മുൻകരുതൽ എന്ന നിലയ്ക്ക് 1% വീര്യമുള്ള ബോഡോസ് മിശ്രിതമോ ചെമ്പണങ്ങിയ മറ്റു കുമിൾനാശിനികളോ രോഗം ബാധിച്ച തെങ്ങുകളിലും അടുത്തുള്ള മറ്റു തെങ്ങുകളിലും തളിച്ചു കൊടുക്കാവുന്നതാണ്. അതുപോലെ മാംഗോസെബ് എന്ന കുമിൾനാശിനി തുളയുള്ള ചെറിയ കൂടകളിലാക്കി മഴയ്ക്ക് മുൻപ് തെങ്ങിന്റെ മണ്ടയിൽ വെച്ചു കൊടുക്കുകയാണെങ്കിൽ മഴവെള്ളത്തിൽ കുമിൾനാശിനി ഒലിച്ചിറങ്ങുകയും ഈ രോഗത്തിൽ നിന്ന് തെങ്ങിനെ സംരക്ഷിക്കുകയും ചെയ്യും. മഹാളി രോഗം, രോഗകേതു ഫൈറ്റോഫ്തോറ പാൽമിവോറ. രോഗലക്ഷണങ്ങൾ: രോഗബാധയെ തുടർന്ന് പെൺപൂക്കളും വെള്ളയ്ക്കയും പൊഴിഞ്ഞു പോകുന്നു. മച്ചിങ്ങയുടെ ഞെട്ടുഭാഗത്തിലുള്ള ഇളം മച്ചിങ്ങകളിലും അഴുകിയ പാടുകൾ കാണുകയും ക്രമേണ ഉൾഭാഗം അഴുകി നശിച്ചു പോകുകയും ചെയ്യുന്നു. നിയന്ത്രണ മാർഗങ്ങൾ: 1% വീര്യമുള്ള ബോഡോസ് മിശ്രിതം അല്ലെങ്കിൽ കോപ്പർ ഓക്സി ക്ലോറൈഡ് 2 ഗ്രാം 1 ലിറ്റർ വെള്ളത്തിൽ കലക്കി മഴക്കാലത്തിന് മുൻപും അതിനുശേഷവും 40 ദിവസം ഇടവിട്ട് 1-2 പ്രാവശ്യം തളിച്ചു കൊടുക്കാവുന്നതാണ്. കാറ്റുവീഴ്ച രോഗം, രോഗകേതു ഫൈറ്റോപ്ലാസ്മ. തെങ്ങു കൃഷിയെ പതിയെ കാർന്നു തിന്നുന്ന ക്യാൻസർ രോഗം പോലെയാണ് കാറ്റുവീഴ്ച രോഗം. ഇത് ഉണ്ടാക്കുന്ന ഫൈറ്റോപ്ലാസ്മ എന്ന രോഗകേതുവാണ്. പ്രോട്ടിസ്റ്റ മൊയസ്റ്റ, സ്റ്റെഫൈനിറ്റിസ് ടിപ്പിക്ക എന്നീ നീരൂറ്റി കുടിക്കുന്ന പ്രാണികളാണ് ഈ രോഗം പടർത്തുന്നത്. ഈ രോഗം തെങ്ങിന്റെ ആരോഗ്യത്തെ ക്രമേണ നശിപ്പിച്ച് ഉൽപാദനവും ഉൽപാദനക്ഷമതയും കുറയ്ക്കുന്നു. എന്നാൽ നന്നായി പരിപാലിച്ചാൽ ഈ രോഗം ബാധിച്ച തെങ്ങിന്റെ ആരോഗ്യസ്ഥിതി മെച്ചപ്പെടുകയും നല്ല ഉൽപാദനം ലഭിക്കുകയും ചെയ്യുന്നു. ഓലകൾ വാരിയല് കണക്കെ വളയുന്നു. ഓലക്കാലുകൾ മഞ്ഞളിച്ച് അഴുകി നശിക്കുകയും ഓലമടലുകൾക്ക് ബലക്ഷയം ഉണ്ടാകുകയും ചെയ്യുന്നു. മച്ചിങ്ങയും മൂപ്പെത്താത്ത തേങ്ങകളും ധാരാളമായി കൊഴിഞ്ഞു പോകുന്നു. ഇതുകൂടാതെ ഇത്തരം തെങ്ങുകളിൽ കൊമ്പൻ ചെമ്പൻ ചെല്ലികളുടെ ആക്രമണവും കാണുന്നു. ഓലചീയൽ രോഗബാധയുടെ ലക്ഷണങ്ങൾ കാണാൻ സാധിക്കും. കാറ്റുവീഴ്ച രോഗബാധയിൽ നിന്ന് തെങ്ങിനെ സംരക്ഷിക്കുന്നതിന് ശരിയായ ജൈവ രാസവളപ്രയോഗം, ജലസേചനം, രോഗകീട സംരക്ഷണം
എന്നിവ അടങ്ങിയ സംയോജിത സംരക്ഷണ പരിപാലന മുറകൾ അവലംബിക്കേണ്ടതുണ്ട്. സംയോജിത സംരക്ഷണ പരിപാലന മുറകൾ: വർഷത്തിൽ 10 തേങ്ങയിൽ താഴെ വിളവ് കിട്ടുന്നതും തീവ്രമായ രോഗബാധ ഉള്ളതുമായ തെങ്ങുകൾ വെട്ടിമാറ്റി പകരം ചന്ദ്രശങ്കര പോലെയുള്ള അത്യുൽപാദന ശേഷിയുള്ളതും രോഗപ്രതിരോധ ശേഷിയുള്ളതുമായ തൈകൾ നടുക. ശരാശരി പരിപാലനത്തിനും ശുപാർശ ചെയ്തിട്ടുള്ള 0.34 കിലോഗ്രാം നൈട്രജനും 0.17 കിലോഗ്രാം ഫോസ്ഫറസും 0.68 കിലോഗ്രാം പൊട്ടാഷും യൂറിയ, റോക്ക് ഫോസ്ഫേറ്റ്, മ്യൂറേറ്റ് ഓഫ് പൊട്ടാഷ് എന്നീ രൂപത്തിൽ നൽകുക. നല്ല പരിപാലനമുള്ള തെങ്ങുകൾക്ക് ഇവ യഥാക്രമം 0.5, 0.32, 1.2 കിലോഗ്രാം വീതം നൽകേണ്ടതാണ്. ഈ വളപ്രയോഗം ഒരു തെങ്ങിന് ഒരു വർഷത്തേക്കുള്ള നിർദ്ദേശമാണ്. എങ്കിലും മണ്ണ് പരിശോധനയുടെ അടിസ്ഥാനത്തിലുള്ള വളപ്രയോഗമാണ് ഉത്തമം. പറഞ്ഞ രാസവളങ്ങൾക്ക് പുറമെ 50 കിലോഗ്രാം കാലിവളമോ പച്ചില വളമോ ഒരു വർഷത്തിൽ ഒരു തെങ്ങിന് ആവശ്യമാണ്. അതും നൽകുക. കൂടാതെ 1 കിലോഗ്രാം കുമ്മായം അല്ലെങ്കിൽ ഡോളമൈറ്റ് ചേർത്ത് കൊടുക്കുക. ഓണാട്ടുകരയിലെ മണൽ മണ്ണിന് തെങ്ങൊന്നിന് ഒരു വർഷം 500 ഗ്രാം മാഗ്നീഷ്യം കൂടി നൽകണം. മറ്റു പ്രദേശങ്ങളിൽ ഇത് 100 ഗ്രാം മതിയാകും. തെങ്ങിൻ തടങ്ങളിൽ പയർവർഗ വിളകളായ ഡെയിഞ്ച, മമ്പയർ, നിലപ്പയർ എന്നിവയുടെ വിത്ത് വിതച്ചു കൊടുക്കുന്നത് പൂക്കുന്നതോടുകൂടി തടത്തിൽ ഉഴുതു ചേർക്കുന്നത് മണ്ണിന്റെ ഘടനയും ആരോഗ്യവും മെച്ചപ്പെടുത്തി രോഗതീവ്രത കുറച്ച് വിളവ് കൂട്ടുന്നതിന് ഉപകരിക്കുന്നു. മഴയെ ആശ്രയിച്ചിട്ടുള്ള തെങ്ങ് കൃഷിയിൽ ശുപാർശ ചെയ്തിട്ടുള്ള വളത്തിന്റെ 1/3 ഭാഗം കാലവർഷത്തോടെയും 2/3 ഭാഗം തുലാവർഷത്തോടെയും പ്രയോഗിക്കാവുന്നതാണ്. ജലസേചിത കൃഷിയിൽ 3 തുല്യ ഗഡുക്കളായി വളം നൽകാവുന്നതാണ്. തെങ്ങിന്റെ ചുവട്ടിൽ നിന്ന് 2 മീറ്റർ വ്യത്യാസത്തിൽ 10 സെന്റിമീറ്റർ ആഴത്തിൽ തടമെടുത്ത് വേണം വളം ചെയ്യാൻ. ജൈവരാസവളങ്ങൾ ആഗിരണം ചെയ്യുന്നതിന് ജലസേചനം ആവശ്യാനുസരണം നൽകേണ്ടതാണ്. കൊമ്പൻ, ചെമ്പൻ ചെല്ലികൾ, ഓലചീയൽ എന്നിവയുടെ നിയന്ത്രണ മാർഗങ്ങൾ അവലംബിക്കേണ്ടതാണ്. ഓലചീയൽ രോഗം: രോഗകേതു കൊളട്രോട്രൈക്കം ഗ്ലിയോസ്പോറോയിഡസ് ഫ്യൂസേറിയം. രോഗലക്ഷണങ്ങൾ: നാമ്പോലയിൽ വെള്ളം നനഞ്ഞതുപോലെ തവിട്ട നിറത്തിലുള്ള പാടുകൾ കാണുന്നു. പിന്നീട് ഇത്തരം പാടുകൾ വലുതായി ഒന്നിച്ചു ചേർന്ന് ഓല ചീയുന്നു. ഓല വിരിയുമ്പോൾ ചീഞ്ഞ ഭാഗങ്ങൾ ഉണങ്ങി കാറ്റത്ത് പറന്നു പോകുന്നതും മൂലം ഓലകളിൽ ഈർക്കിലി മാത്രമായി അവശേഷിക്കുന്നു. ചിലപ്പോൾ ഈർക്കിലിയുടെ ഭാഗം ഉൾപ്പെടെ ചീഞ്ഞ് കാറ്റത്ത് ഒടിഞ്ഞു പോകുകയും ചെയ്യുന്നു. രോഗത്തിന്റെ തീവ്രത പുതുതായി വരുന്ന ഓരോ ഓലകളിലും കൂടി വരുന്നു. ക്രമേണ നാമ്പോല വിരിയാതെ കൂമ്പടഞ്ഞു പോകുന്നു. കാറ്റുവീഴ്ച ബാധിച്ച തെങ്ങുകളിൽ ഓലചീയൽ രോഗം കൂടുതലായി കണ്ടുവരുന്നു. നിയന്ത്രണ മാർഗങ്ങൾ: തെങ്ങിന്റെ മണ്ടയിലെ അഴുകിയ ഓലകൾ വെട്ടിമാറ്റി നശിപ്പിച്ച് കളയുക. കുമിൾനാശിനികളായ ഹെക്സാകോണസോൾ 2 മില്ലി അല്ലെങ്കിൽ മാംഗോസബ് 3 ഗ്രാം 300 മില്ലി വെള്ളത്തിൽ കലക്കി നടുനാമ്പിൽ കൂടി ഒഴിച്ചു കൊടുക്കുക. തെങ്ങിന്റെ മണ്ടയിലും ഓലകളിലും 1% ബോഡോ മിശ്രിതമോ കോപ്പർ ഓക്സി ക്ലോറൈഡ് 2 ഗ്രാം 1 ലിറ്റർ വെള്ളത്തിന് എന്ന തോതിലോ അല്ലെങ്കിൽ മാംഗോസബ് 3 ഗ്രാം 1 ലിറ്റർ വെള്ളത്തിൽ എന്ന തോതിലോ ജനുവരി, ഏപ്രിൽ, മെയ്, സെപ്റ്റംബർ, ഒക്ടോബർ മാസങ്ങളിൽ തളിച്ചു കൊടുക്കുക. മണ്ട വൃത്തിയാക്കിയ ശേഷം ജൈവ കുമിൾനാശിനികളായ സുഡോമോണാസ്, PGPR മിക്സ് 2 എന്നിവ 300 മില്ലി ലിറ്റർ ലായനി 20 ഗ്രാം കൾച്ചർ പൊടി രൂപിക 1 ലിറ്ററിന് എന്ന തോതിൽ വർഷത്തിൽ 2 തവണ ഏപ്രിൽ, മെയ്, സെപ്റ്റംബർ, ഒക്ടോബർ മാസങ്ങളിൽ നാമ്പോലയിൽ വീഴത്തക്ക രീതിയിൽ ഒഴിച്ചു കൊടുക്കേണ്ടതാണ്. ചെന്നീരൊലിപ്പ്, രോഗകേതു തിലാവോപ്സിസ് പാരഡോക്സ. രോഗലക്ഷണങ്ങൾ: തടിയുടെ കടഭാഗത്തിനടുത്ത് വിള്ളലുകൾ പോലെ ഉണ്ടാവുകയും അവയിൽ നിന്ന് ചുവപ്പ് കലർന്ന തവിട്ട ദ്രാവകം ഒലിച്ചു വരികയും ചെയ്യുന്നതാണ് പ്രധാന ലക്ഷണം. ഇത്തരത്തിലെ ചെറിയ പാടുകൾ ഒന്നിച്ചു ചേർന്ന് വലിയ പാടുകൾ ഉണ്ടാകുന്നു. ഒലിച്ചിറങ്ങുന്ന ദ്രാവകം കട്ടിപിടിച്ച് കറുപ്പ് നിറമായി മാറുന്നു. രോഗം മുകളിലേക്ക് പടരുമ്പോൾ ഓലയുടെയും മണ്ടയുടെയും വലിപ്പം കുറയുന്നു. മച്ചിങ്ങ പൊഴിച്ചിൽ ഉണ്ടാകുകയും തെങ്ങിന്റെ ഉൽപാദനം വളരെയധികം കുറയുകയും ചെയ്യുന്നു. മുകളിലേക്ക് ചെല്ലുന്തോറും തടിയുടെ വണ്ണം കുറഞ്ഞു വരുന്നു. പുതിയ ഓലകളുടെ പൂങ്കുലകളും ഉണ്ടാകുന്നതും കുറയുന്നു. ജൂലൈ മുതൽ നവംബർ വരെയാണ് രോഗം രൂക്ഷമായി കാണുന്നത്. കടുത്ത വേനലിനു ശേഷം വരുന്ന കനത്ത മഴയും വെള്ളക്കെട്ടും പോഷകക്കുറവും വർദ്ധിച്ച അമ്ലത്വവും ഈ രോഗം വരുന്നതിന് അനുകൂല സാഹചര്യങ്ങളാണ്. രോഗം ബാധിച്ച ഭാഗം ചുരണ്ടിക്കളഞ്ഞ് മുറിവിൽ ബോഡോ കുഴമ്പ് പുരട്ടുക. 2 ദിവസം കഴിഞ്ഞ് കോൾട്ടാർ തേക്കുക. ചുരണ്ടിക്കളഞ്ഞ ഭാഗം കത്തിച്ചു കളയുക. മറ്റു വളങ്ങൾക്ക് പുറമെ തെങ്ങൊന്നിന് 5 കിലോഗ്രാം വേപ്പിൻ പിണ്ണാക്ക് ചേർത്ത് കൊടുക്കുക. ഹെക്സാകോണസോൾ 25 മില്ലി 25 ലിറ്റർ വെള്ളത്തിൽ ചേർത്ത് 4 മാസത്തിലൊരിക്കൽ തടം കുതിർക്കെ ഒഴിച്ചു കൊടുക്കുക. ജൈവിക രീതിയിൽ ആണെങ്കിൽ രോഗം ബാധിച്ച ഭാഗം ചുരണ്ടി മാറ്റി അവിടെ
ട്രൈക്കോഡെർമ കുഴമ്പ് തേച്ച് പിടിപ്പിക്കുക. ശേഷം ട്രൈക്കോഡെർമ സമ്പുഷ്ടീകരിച്ച ചാണകപ്പൊടി മണ്ണിൽ ചേർത്ത് കൊടുക്കുക. ഗ്രേ ബ്ലൈറ്റ്, ഇലകരിച്ചിൽ രോഗം. രോഗഹേതു പെസലോപ്സിസ് പാൽമേറം. രോഗലക്ഷണങ്ങൾ: പ്രായമേറിയ തെങ്ങുകളിലാണ് ലക്ഷണങ്ങൾ കണ്ടുവരുന്നത്. ചാരനിറത്തിലുള്ള അരികുകളോട് കൂടിയ മഞ്ഞപ്പൊട്ടുകൾ കാണുന്നു. പിന്നീട് ഇത്തരം പുള്ളികൾ ഒത്തുചേർന്ന് ഓലക്കാലുകൾ ദ്രവിക്കുന്നു. രോഗം തീവ്രമായ അവസരത്തിൽ ഓലകളുടെ അരികുകൾ ഉണങ്ങി കത്തിയതുപോലെ തോന്നിപ്പിക്കുന്നു. നിയന്ത്രണ മാർഗങ്ങൾ: തീവ്ര ലക്ഷണങ്ങളുള്ള ഓലകൾ വെട്ടിക്കത്തിച്ചു കളയുക. അതിനുശേഷം 1% വീര്യമുള്ള ബോളോ മിശ്രിതമോ 0.2% വീര്യമുള്ള ഹെക്സാകോണസോളോ തളിച്ചു കൊടുക്കുക. തഞ്ചാവൂർ വാട്ടം അഥവാ ഗാനോഡെർമ വാട്ടം. രോഗഹേതു ഗാനോഡെർമ ലൂസിഡം. തഞ്ചാവൂർ വാട്ടം എന്ന് തമിഴ്നാട്ടിലും അനബി രോഗമെന്ന് കർണാടകയിലും ഗാനോഡെർമ വാട്ടം എന്ന് ആന്ധ്രയിലും ഈ രോഗം അറിയപ്പെടുന്നു. രോഗലക്ഷണങ്ങൾ: പുരയിട കൃഷിയിൽ കർഷകരെ വലയ്ക്കുന്ന ഒരു പ്രധാന രോഗമാണിത്. തടിയുടെ കടഭാഗം അഴുകുന്നതാണ് പ്രധാന ലക്ഷണം. തൊലി പൊട്ടി വിള്ളലുകൾ ഉണ്ടാകുന്നു. അകത്ത് കോശങ്ങളുടെ നിറം മാറി ദുർഗന്ധം വമിക്കുന്നു. കടഭാഗത്ത് ചെറിയ തോതിൽ ചുവന്ന ദ്രാവകം ഒലിച്ചിറങ്ങുന്നതായി കാണാം. വേരുകൾ അഴുകി തെങ്ങിന്റെ പുറമേയുള്ള ഓലകൾ മഞ്ഞളിച്ച് ഒന്നൊന്നായി ഉണങ്ങി തെങ്ങിന്റെ മണ്ടയിൽ തടിക്ക് ചുറ്റും തൂങ്ങിക്കിടക്കുന്നു. അങ്ങനെ അവസാനം നാമ്പോലകളും ഉണങ്ങി തെങ്ങു നശിച്ചു പോകുന്നു. ഇത്തരം തെങ്ങുകളിൽ വെള്ളക്ക പൊഴിച്ചിലും രൂക്ഷമായി കാണാം. മുകളിലേക്ക് ചെല്ലും തോറും തടിയുടെ വണ്ണം കുറഞ്ഞു വരുന്നു. പുതിയ ഓലകളും പൂങ്കുലകളും ഉണ്ടാകുന്നത് കുറയ്ക്കുന്നു. നിയന്ത്രണ മാർഗങ്ങൾ: തെങ്ങൊന്നിന് 50 കിലോഗ്രാം ജൈവവളങ്ങളും 5 കിലോഗ്രാം വേപ്പിൻ പിണ്ണാക്കും നൽകുക. രാസവളത്തിന്റെ അളവ് ശുപാർശ ചെയ്തതിന്റെ 4/1 ചേർത്ത് കൊടുക്കുക. രോഗം ബാധിച്ച തെങ്ങ് മറ്റു തെങ്ങുകളിൽ നിന്ന് വേർതിരിച്ച് നിർത്തുന്നതിനായി അതിന്റെ കടയ്ക്കൽ നിന്നും 1.5 മീറ്റർ മാറി 1/2 മീറ്റർ വീതിയിലും 1 മീറ്റർ ആഴത്തിലും കിടങ്ങുകൾ ഉണ്ടാക്കുക. അതിനുശേഷം ഹെക്സാകോണസോൾ 25 മില്ലി 25 ലിറ്റർ വെള്ളത്തിൽ ചേർത്ത് തടം കുതിർക്കുക. വെള്ളച്ചാലുകളിലൂടെ തെങ്ങിൻ തടം നനയ്ക്കുന്ന രീതി ഒഴിവാക്കുക. 3 മാസത്തിലൊരിക്കൽ ചെമ്പടങ്ങിയ കുമിൾനാശിനികൾ തെങ്ങിൻ തടങ്ങൾ കുതിരത്തക്ക രീതിയിൽ ഒഴിച്ചു കൊടുക്കുക. പ്രായപൂർത്തിയായ ഒരു തെങ്ങിന് ഏകദേശം 25 മുതൽ 40 ലിറ്റർ കുമിൾനാശിനി മിശ്രിതം വേണ്ടിവരും. ട്രൈക്കോഡെർമ സമ്പുഷ്ടീകരിച്ച ചാണകപ്പൊടി മണ്ണിൽ ചേർത്ത് കൊടുക്കുക. വെള്ളയ്ക്ക പൊഴിച്ചിൽ. വെള്ളയ്ക്ക അല്ലെങ്കിൽ മച്ചിങ്ങ പൊഴിച്ചിൽ പല കാരണങ്ങൾ മൂലം ഉണ്ടാകാം. 1. രോഗബാധ, കീടാക്രമണം, മണ്ണിലെ പോഷകക്കുറവ്, പൊട്ടാഷ് പോലെയുള്ള മൂലകങ്ങളുടെയും ബോറോൺ പോലെയുള്ള സൂക്ഷ്മ മൂലകങ്ങളുടെയും അഭാവം മച്ചിങ്ങ പൊഴിച്ചിലിന് ഇടയാക്കും. മണ്ണിലെയും കാലാവസ്ഥയിലെയും വ്യതിയാനങ്ങൾ, പൂക്കളുടെ ഘടനാ വൈകല്യങ്ങൾ, സംകരണത്തിനു ശേഷമുള്ള വ്രണനാശം, കൂടുതൽ കായകൾ താങ്ങാനുള്ള മരത്തിന്റെ ശേഷിക്കുറവ്, ഈർപ്പക്കുറവ്, വെള്ളക്കെട്ട്, നീർവാഴ്ച എന്നിവ മച്ചിങ്ങ കൊഴിച്ചിലിന് ഇടയാക്കുന്നു. മച്ചിങ്ങ കൊഴിച്ചിലിന്റെ ശരിയായ കാരണം കണ്ടുപിടിച്ച് അതിന് പ്രതിവിധി ചെയ്യേണ്ടതാണ്. ഈ പരിപാടി നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് FACT ഉദ്യോഗമണ്ഡൽ എറണാകുളം. അടുത്തതായി നമുക്ക് പോഷക പെരുമയേറും ചെറുധാന്യങ്ങളെ പറ്റി കൂടുതൽ അറിയാം. ഒരു കാലത്ത് നമ്മുടെ വയലുകളിലും പറമ്പുകളിലും ഏറ്റവും കൂടുതൽ കൃഷി ചെയ്തിരുന്ന പുല്ലുവർഗത്തിൽ പെടുന്ന വിളകളാണ് മില്ലറ്റ് എന്നറിയപ്പെടുന്ന ചെറുധാന്യങ്ങൾ. കാലക്രമേണ ഇവ നമ്മുടെ കൃഷിയിടത്തിൽ നിന്നും ആഹാരക്രമത്തിൽ നിന്നും പാടെ പിന്തള്ളിപ്പോയി. മഴയെ ആശ്രയിച്ചാണ് പ്രധാനമായും ചെറുധാന്യങ്ങൾ കൃഷി ചെയ്യുന്നത്. മറ്റുള്ള ധാന്യവിളകളെ അപേക്ഷിച്ച് വെള്ളത്തിന്റെ ആവശ്യകതയും ഇവയ്ക്ക് വളരെ കുറവാണ്. ഏത് കാലാവസ്ഥയിലും വളരുന്ന ചെറുധാന്യങ്ങൾക്ക് വരൾച്ചയെ അതിജീവിക്കാനുള്ള അസാമാന്യ കഴിവുണ്ട്. കൃഷിയിലെ പ്രധാന വില്ലന്മാരായ രോഗങ്ങളും കീടങ്ങളും ഇവയിൽ നന്നേ കുറവായതിനാൽ ഇവയെ പെസ്റ്റ് ഫ്രീ ക്രോപ്സ് എന്ന് അറിയപ്പെടുന്നു. അന്താരാഷ്ട്ര ചെറുധാന്യ വർഷത്തിന്റെ ഭാഗമായി പോഷകങ്ങളുടെ കലവറകളായി ഈ കൊഞ്ചൻ ധാന്യങ്ങൾ കൃഷിലോകമെങ്ങും പുഷ്ടിപ്പെടും. ചെറുധാന്യങ്ങൾ പൊതുവെ ഗ്ലൂട്ടൻ രഹിതവും നാരുകളാൽ സമ്പുഷ്ടവുമാണ്. ഇത് നമ്മുടെ ദഹന പ്രക്രിയയെ സുഗമമാക്കുന്നു. അമിത ശരീരഭാരം കുറയ്ക്കുവാൻ വേണ്ടി ആഹാരത്തിൽ ഇവയെ ഉൾപ്പെടുത്താവുന്നതാണ്. പ്രമേഹം തടയുവാനും കൊളസ്ട്രോൾ കുറയ്ക്കുവാനും ഹൃദ്രോഗത്തെ ചെറുക്കുവാനും ഉയർന്ന രക്തസമ്മർദ്ദം കുറയ്ക്കുവാനും ചെറുധാന്യങ്ങൾ സഹായിക്കുന്നുവെന്ന് പഠനങ്ങൾ വ്യക്തമാക്കുന്നുണ്ട്. എല്ലാ ചെറുധാന്യങ്ങളിലുമുള്ള ആന്റി ഓക്സിഡന്റിന്റെ പ്രവർത്തനം ക്യാൻസർ പോലുള്ള രോഗങ്ങളെ ചെറുത്തു നിർത്തുവാൻ സഹായമാകും. ധാരാളം ധാതുക്കൾ, പ്രോട്ടീൻ, ആന്റി ഓക്സിഡന്റുകൾ, വിറ്റാമിനുകൾ, ഫ്ലാവനോയിഡുകൾ തുടങ്ങിയ പോഷകങ്ങൾ അടങ്ങിയിട്ടുള്ളതിനാൽ ഇവയെ ന്യൂട്രി സീരിയൽസ് എന്നും അറിയപ്പെടുന്നു. ഇന്ത്യയിൽ ഏകദേശം 138 ലക്ഷം ഹെക്ടർ ചെറുധാന്യങ്ങൾ കൃഷി ചെയ്തു വരുന്നു. ഇതിൽ നിന്നും 173 ലക്ഷം ടൺ ഉൽപാദനവുമുണ്ട്. ലോകത്തിലെ ചെറുധാന്യങ്ങളുടെ ഉൽപാദനത്തിന്റെ 20% ഇന്ത്യൻ സംസ്ഥാനങ്ങളായ രാജസ്ഥാൻ, മഹാരാഷ്ട്ര, ഗുജറാത്ത്, ഉത്തർപ്രദേശ്, ഹരിയാന എന്നിവയ്ക്ക് അർഹതപ്പെട്ടതാണ്.
എന്നാൽ കേരളത്തിൽ ഇവയുടെ കൃഷി അട്ടപ്പാടി, മറ്റു മലയോര മേഖലകൾ എന്നിവിടങ്ങളിലായി മാത്രം ഒതുങ്ങി നിൽക്കുന്നു. വിത്തിന്റെ വലിപ്പം, കൃഷിയുടെ വ്യാപ്തി, ഉപഭോഗം എന്നിവയുടെ അടിസ്ഥാനത്തിൽ ചെറുധാന്യങ്ങളെ രണ്ടായി തരംതിരിക്കാം. പ്രധാന ചെറുധാന്യങ്ങൾ മേജർ മില്ലറ്റ്സ്, ഉപപ്രധാന ചെറുധാന്യങ്ങൾ അഥവാ മൈനർ ഓർ സ്മാൾ മില്ലറ്റ്സ്. മേജർ മില്ലറ്റ്സ്. ഒന്നാമത് മണിച്ചോളം അഥവാ സ്വർഗം. ലോകത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട 5ാമത്തെ ധാന്യവിളയാണ് മണിച്ചോളം. ഇന്ത്യൻ മില്ലറ്റ് എന്നറിയപ്പെടുന്ന ഇവയ്ക്ക് വളർച്ചയെ പ്രതിരോധിക്കുവാനുള്ള കഴിവുമുണ്ട്. ഏകദേശം 120 ദിവസമാണ് വിള കാലാവധി. പ്രോട്ടീൻ, നാരുകൾ അഥവാ ഫൈബർ, ആവശ്യമായ ധാതുക്കൾ എന്നിവ അടങ്ങിയതിനാൽ മികച്ച കാലിത്തീറ്റയായി ക്ഷീര കർഷകർക്ക് ഇവയെ പ്രയോജനപ്പെടുത്താം. തീറ്റപ്പുല്ലിന്റെ ലഭ്യത കുറവ് മൂലം കഷ്ടത അനുഭവിക്കുന്ന കർഷകർക്ക് ആശ്വാസമാണ് മില്ലറ്റ് കൊണ്ട് പ്രയോജനപ്പെടുത്താവും കഴിയുന്ന മില്ലറ്റ് വൈക്കോലും വേനൽക്കാലത്തെ മില്ലറ്റ് സൈലേജിന്റെ ഉപയോഗവും. നിലവിൽ കേരളത്തിലെ പല ഹൈടെക് ഡയറി ഫാമുകളിലും സൈലേജ് നിർമ്മാണത്തിനായി സ്വർഗം കൃഷി ചെയ്യാൻ പ്രോത്സാഹിപ്പിക്കുന്നുണ്ട്. വിളവെടുത്ത ശേഷം അവശേഷിക്കുന്ന തണ്ടുകൾ കൂടുതൽ കാലം പച്ചയായി തന്നെ തുടരുന്നതിനാൽ കന്നുകാലികളെ മേയ്ക്കുവാനും കൃഷിയിടം പ്രയോജനപ്പെടുത്താം. 2. ബജ്ര അഥവാ പേൾ മില്ലറ്റ്. ഏറെ ആരോഗ്യ ഗുണങ്ങളുള്ള ഒരു ചെറുധാന്യമാണ് ഇത്. ധാരാളം നാരുകൾ, ഫൈറ്റിക് ആസിഡ് എന്നിവയെല്ലാം അടങ്ങിയിട്ടുള്ള വളരെ പോഷക സമൃദ്ധമായ ഒരു ചെറുധാന്യമാണ് ബജ്ര. ഏകദേശം 120 ദിവസമാണ് വിള കാലാവധി. മൈനർ മില്ലറ്റ്സ്. മൈനർ മില്ലറ്റ്സിന്റെ പ്രധാന ഉദാഹരണങ്ങൾ ഫിംഗർ മില്ലറ്റ്, തിന അഥവാ ഫോക്സ്റ്റെയിൽ മില്ലറ്റ്, ചാമ, ലിറ്റിൽ മില്ലറ്റ്, വരക് അഥവാ കോഡോ മില്ലറ്റ്, പനിവരക് അഥവാ പ്രോസോ മില്ലറ്റ്, കുതിരവാലി അഥവാ ബാൺയാർഡ് മില്ലറ്റ്, കൊറേലി അഥവാ ബ്രൗൺ ടോപ്പ് മില്ലറ്റ് എന്നിവയാണ് മൈനർ മില്ലറ്റ്സ്. രാഗി അഥവാ ഫിംഗർ മില്ലറ്റ്. ഏറ്റവും പോഷകമൂല്യം കൂടിയ ഒരു ചെറുധാന്യമാണ് കുവരക്. കാൽഷ്യം, പൊട്ടാഷ്യം, ഇരുമ്പ് എന്നിവയുടെ കലവറ കൂടിയാണ് ഇത്. കേരളത്തിന്റെ കാലാവസ്ഥയ്ക്ക് അനുയോജ്യമായതും നല്ല വിളവ് ലഭിക്കുന്നതുമായ കുവരക് 90 തൊട്ട് 120 ദിവസത്തിൽ വിളവെടുക്കാം. എല്ലുകളുടെ ബലത്തിനും വളർച്ചയ്ക്കും ഇവ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുന്നത് ഗുണകരമാണ്. കുഞ്ഞുങ്ങളുടെ ഭക്ഷണത്തിൽ ഇവ കുറുക്കായി നൽകിപ്പോരുന്നതും ഇവയുടെ ഈ പോഷകമൂല്യം മുൻനിർത്തിയാണ്. കൊല്ലം കൃഷി വിജ്ഞാന കേന്ദ്രത്തിന്റെ നേതൃത്വത്തിൽ കർഷകർക്കിടയിൽ കുവരകിൽ നടത്തിയ കൃഷിയുടെ പരീക്ഷണത്തിൽ CFMV1, CFMV2, GPU 67 എന്നീ ഇനങ്ങൾ കേരളത്തിന് അനുയോജ്യമാണെന്ന് കണ്ടെത്തിയിട്ടുണ്ട്. മൃഗസംരക്ഷണ മേഖലയിൽ ഇവയെ പ്രയോജനപ്പെടുത്താവുന്നതാണ്. രാഗി, വൈക്കോൽ, സങ്കര ഇനം കറവ പശുക്കൾക്ക് തീറ്റയായി നൽകുന്നത് മികച്ച പാൽ ഉൽപാദനത്തിനും പാലിന്റെ കൊഴുപ്പ് വർധനവിനും കൂടാതെ കന്നുകുട്ടികളുടെ തീറ്റയുടെ ഭാഗമാകുന്നത് ഭാരവർധനവിനും മികച്ച വളർച്ചാ നിരക്കിനും സഹായിക്കുന്നു. രാഗിയിലെ ഒരു പ്രധാന ഘടകമായ മിഥിയോണിൻ അമിനോ ആസിഡ് കന്നുകാലിയുടെ ദഹന പ്രക്രിയയ്ക്കും പാൽ ഉൽപാദനം വർദ്ധിപ്പിക്കുവാനും സഹായിക്കുന്ന പ്രധാന ഘടകമാണ്. 2 കിലോഗ്രാം കുവരക് ദിനംപ്രതി തീറ്റയിൽ ഉൾപ്പെടുത്തി നൽകുന്നത് 1.9 ലിറ്റർ പാൽ ഉൽപാദനത്തിന് കാരണമാകുന്നുവെന്ന് ഗവേഷണ പഠനങ്ങൾ സ്ഥിരീകരിച്ചിട്ടുണ്ട്. രണ്ടാമത് തിന അഥവാ ഫോക്സ്റ്റെയിൽ. ലോകത്തിലെ ഏറ്റവും പുരാതന വിളയാണ് തിന. വിളർച്ചയെ പ്രതിരോധിക്കാനുള്ള ശേഷിയുള്ളതും മാംസ്യം, അന്നജം, നാരുകൾ, കാൽഷ്യം, ഇരുമ്പ് എന്നിവയുടെ സ്രോതസ്സുമാണ് ഈ ചെറുധാന്യം. 80 മുതൽ 90 ദിവസത്തിൽ വിളവെടുക്കാം. മൂന്നാമത് ചാമ അഥവാ ലിറ്റിൽ മില്ലറ്റ്. പോഷക ഗുണങ്ങൾക്ക് പേരുകേട്ട ഒരു ചെറുധാന്യമാണ് ചെറിയ വിത്തുകളോട് കൂടിയ ചാമ. 65 മുതൽ 70 ദിവസമാണ് ഇതിന്റെ വിള കാലാവധി. വരൾച്ചയെയും വെള്ളപ്പൊക്കത്തെയും പ്രതിരോധിക്കാനുള്ള ശേഷിയും ഇവയ്ക്കുണ്ട്. നാലാമത് വരക് അഥവാ കോഡോ മില്ലറ്റ്. പ്രവചനാതീതമായ കാലാവസ്ഥയിലും കൃഷി ചെയ്യുവാൻ സാധിക്കുന്ന ഒരു വിളയാണ് വരക്. മറ്റു ചെറുധാന്യങ്ങളെ അപേക്ഷിച്ച് നാരിന്റെ അംശം ഏറ്റവും കൂടുതൽ അടങ്ങിയിട്ടുള്ള ഇവയിൽ ആന്റി ഓക്സിഡന്റ്സ് കൂടുതലായി കാണപ്പെടുന്നു. 90 ദിവസം കൊണ്ട് വിളവെടുക്കാം. 5. പനിവരക് അഥവാ പ്രോസോ മില്ലറ്റ്. ഇവയ്ക്ക് ആവശ്യം വരുന്ന വെള്ളത്തിന്റെ അളവ് വളരെ കുറവാണ്. 70 തൊട്ട് 80 ദിവസത്തിൽ വിളവെടുക്കാം. 6. കുതിരവാലി അഥവാ ബാൺയാർഡ് മില്ലറ്റ്. ഏത് പ്രതികൂല സാഹചര്യത്തെയും അതിജീവിക്കാൻ കഴിവുള്ള ഒരു ഹ്രസ്വകാല വിളയാണിത്. പ്രോട്ടീൻ, അന്നജം, ഇരുമ്പ്, സിങ്ക്, നാരുകൾ എന്നിവയുടെ സമ്പന്നമായ ഉറവിടമാണ്. 7. കൊറേലി അഥവാ ബ്രൗൺ ടോപ്പ് മില്ലറ്റ്. 90 ദിവസം വിള കാലാവധിയുള്ള ഒരു ചെറുധാന്യമാണ് ബ്രൗൺ ടോപ്പ് മില്ലറ്റ്. ഗ്ലൂട്ടൻ രഹിതമായതും പോഷക സമൃദ്ധിയുമായ ഒരു ചെറുധാന്യം കൂടിയാണ് കൊറേലി. നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ന്യൂട്രീഷൻ NIN ഹൈദരാബാദിന്റെ കണക്കനുസരിച്ച് ഒരു ദിവസത്തെ മൊത്തം ധാന്യ ഉപഭോഗത്തിന്റെ 33% നമ്മുടെ ചെറുധാന്യങ്ങളുടെ ഉപഭോഗം. ചെറുധാന്യങ്ങളിൽ അടങ്ങിയിട്ടുള്ള ആന്റി ന്യൂട്രീഷണൽ ഘടകങ്ങളായ ഫൈറ്റിക് ആസിഡ്, പോളിഫിനോൾസ്, ടാനിൻസ് എന്നിവയെ ഗണ്യമായി കുറയ്ക്കുന്നതിന് ചെറുധാന്യങ്ങൾ രാത്രിയിൽ കുതിർത്തു വെക്കേണ്ടത് അനിവാര്യമാണ്. ശേഷം ഇവ നന്നായി കഴുകി വൃത്തിയാക്കി വേവിച്ച് ഉപയോഗിക്കാം. സമീകൃതാഹാരത്തിന്റെ ഒരു സ്രോതസ് കൂടിയാണ് ഈ കുഞ്ഞുധാന്യങ്ങൾ. സ്ഥിരമായി ഇവയെ തങ്ങളുടെ ആഹാര ശൈലിയിൽ ഉൾപ്പെടുത്തിയത് തന്നെയാകാം നമ്മുടെ പൂർവികരുടെ ആരോഗ്യത്തിന്റെ മുതൽക്കൂട്ട്. ചെറുധാന്യങ്ങളെ
നമ്മുടെ കൃഷിയിടത്തിലേക്കും തിന്മേശയിലേക്കും തിരിച്ചു കൊണ്ടുവരാൻ ലക്ഷ്യമിട്ടാണ് 2023 അന്താരാഷ്ട്ര മില്ലറ്റ് വർഷമായി ആചരിച്ചത്. ചെറുധാന്യങ്ങളുടെ ഉപയോഗത്തിലൂടെ നമ്മുടെ ഭാവി സുരക്ഷിതമാക്കുവാൻ ഇത് സഹായകരമാകും. ഈ പരിപാടി നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് SACT ഉദ്യോഗമണ്ഡൽ എറണാകുളം. നമോ ഡ്രോൺ ദീദി പദ്ധതി ഡിപ്പാർട്ട്മെന്റ് ഓഫ് അഗ്രികൾച്ചർ ആൻഡ് ഫാമേഴ്സ് വെൽഫെയർ, ഡിപ്പാർട്ട്മെന്റ് ഓഫ് റൂറൽ ഡെവലപ്മെന്റ്, മിനിസ്ട്രി ഓഫ് ഫെർട്ടിലൈസർ എന്നിവയുൾപ്പെടെയുള്ള പ്രധാന സർക്കാർ വകുപ്പുകൾ സഹകരിച്ച് രൂപകൽപ്പന ചെയ്ത ഒരു കേന്ദ്രമേഖലാ പദ്ധതിയാണ് നമോ ഡ്രോൺ ദീദി പദ്ധതി. നാനോ വളങ്ങളുടെയും കീടനാശിനികളുടെയും കൃത്യമായ സ്പ്രേ ചെയ്യുന്നതിനായി കാർഷിക മേഖലയിൽ ഡ്രോണുകളുടെ ഉപയോഗം പ്രോത്സാഹിപ്പിക്കുന്നതിന് സ്ത്രീകളുടെ പങ്കാളിത്തത്തിനും മുഖ്യധാര കൃഷിയിൽ അവരുടെ സുസ്ഥിരമായ പങ്കാളിത്തത്തിനും ഊന്നൽ നൽകാനാണ് ഈ സംരംഭം ലക്ഷ്യമിടുന്നത്. പദ്ധതികളുടെ പ്രധാന ഹൈലൈറ്റുകൾ ഇവയാണ്: ഡിപ്പാർട്ട്മെന്റ് ഓഫ് അഗ്രികൾച്ചർ ആൻഡ് ഫാമേഴ്സ് വെൽഫെയർ, ഗ്രാമവികസന വകുപ്പ്, രാസവള വകുപ്പ്, NRLM, ലീഡ് ഫെർട്ടിലൈസർ കമ്പനികൾ എന്നിവയുടെ കീഴിൽ പ്രമോട്ട് ചെയ്യപ്പെടുന്ന വനിതാ സ്വയം സഹായ സംഘങ്ങളുടെ വിഭവങ്ങളും പരിശ്രമങ്ങളും സംയോജിപ്പിച്ച് സമഗ്രമായ ഇടപെടലുകൾ പദ്ധതി നിർദ്ദേശിക്കുന്നു. കാർഷിക സേവനങ്ങൾ നൽകുന്നതിന് NRLMന് കീഴിൽ ഗ്രാമപ്രദേശങ്ങളിലെ ഏരിയ അല്ലെങ്കിൽ ക്ലസ്റ്റർ SHG ഗ്രൂപ്പുകൾ എന്നിവയുടെ ശരിയായ തിരഞ്ഞെടുപ്പിനെ ആശ്രയിച്ചാണ് പദ്ധതിയുടെ നടത്തിപ്പ്. അങ്ങനെ ഡ്രോൺ സേവനങ്ങൾക്കായുള്ള അവരുടെ ഭാഗത്തെ കർഷകരിൽ നിന്നുള്ള ആവശ്യമനുസരിച്ച് പ്രദേശം അല്ലെങ്കിൽ ക്ലസ്റ്റർ തിരഞ്ഞെടുക്കുന്നതിനായി വിലയിരുത്തപ്പെടും. അത് സ്വയം സഹായ സംഘങ്ങളെ തിരഞ്ഞെടുക്കുന്നതിനുള്ള അടിസ്ഥാനമായി മാറും. സംസ്ഥാന കൃഷി വകുപ്പ്, സംസ്ഥാന മിഷൻ ഡയറക്ടറേറ്റ് ഓഫ് NRLM, LFC, ICAR പ്രതിനിധികൾ എന്നിവരടങ്ങുന്ന സംസ്ഥാന തലത്തിലുള്ള കമ്മിറ്റി ഡ്രോണുകൾ നൽകുന്നതിനായുള്ള തിരിച്ചറിഞ്ഞ ക്ലസ്റ്ററുകളിലെ സംസ്ഥാനങ്ങളിലെ NRLM പ്രകാരമുള്ള പുരോഗമന വനിതാ സ്വയം സഹായ സംഘങ്ങളെ തിരഞ്ഞെടുക്കും. ഡ്രോൺ പൈലറ്റിന് വനിതാ SHG അംഗങ്ങളെ തിരഞ്ഞെടുക്കൽ, ഡ്രോൺ അസിസ്റ്റന്റ് പരിശീലനം എന്നിവ സമിതിയുടെ ഉത്തരവാദിത്തമാണ്. ജില്ല തിരിച്ചുള്ള ഡ്രോൺ ഉപയോഗം, ലഭ്യത, നിലവിലുള്ള വിടവ് എന്നിവയുടെ വിലയിരുത്തൽ, ഭാവി ആവശ്യകതകൾ തിരിച്ചറിയൽ, തിരഞ്ഞെടുത്ത വനിതാ SHGക്ക് LFC കീടനാശിനി കമ്പനികളുമായി ഏകോപിപ്പിച്ച് ബിസിനസ് നൽകൽ ഉറപ്പാക്കൽ എന്നിവയാണ് മറ്റു സവിശേഷതകൾ. യോഗ്യരായ വനിതാ സ്വയം സഹായ സംഘങ്ങളിലെ അംഗങ്ങളിൽ നിന്നും ഒരാളെ 15 ദിവസത്തെ പരിശീലനത്തിനായി തിരഞ്ഞെടുക്കും. അതിൽ 5 ദിവസത്തെ നിർബന്ധിത ഡ്രോൺ പൈലറ്റ് പരിശീലനവും കാർഷിക ആവശ്യത്തിനായും കീടനാശിനി പ്രയോഗത്തിനും വേണ്ടി അധിക 10 ദിവസത്തെ പരിശീലനവും ഉൾപ്പെടുന്നു. NRLMന് കീഴിൽ SHGയിലെ മറ്റ് അംഗങ്ങൾക്ക് ഇലക്ട്രിക്കൽ സാധനങ്ങളുടെ അറ്റകുറ്റപ്പണികൾ, ഫിറ്റിംഗ്, മെക്കാനിക്കൽ ജോലികൾ എന്നിവ ഏറ്റെടുക്കാൻ താൽപ്പര്യമുള്ളവർക്ക് ഡ്രോൺ സഹായിയായി പരിശീലനം നൽകും. തിരിച്ചറിഞ്ഞ സ്വയം സഹായ സംഘങ്ങൾക്ക് NRLM പ്രകാരം ഡ്രോണുകൾ വാങ്ങുന്നതിനുള്ള സാമ്പത്തിക സഹായവും വായ്പയും നൽകും. NRLMന് കീഴിൽ SHGകൾ ഡ്രോണുകൾ വാങ്ങുന്നതിനും റിപ്പയർ ചെയ്യുന്നതിനും ഡ്രോണുകളുടെ പരിപാലനത്തിനും ഡ്രോൺ കമ്പനികൾ മുഖേന നേരിടേണ്ടി വരുന്ന ബുദ്ധിമുട്ടുകൾ കണക്കിലെടുത്ത് LFCകൾ ഡ്രോൺ നിർമ്മാണ കമ്പനികൾക്കും SHGക്കും ഇടയിൽ ഒരു പാലമായി പ്രവർത്തിക്കും. ബന്ധപ്പെട്ട SHGകളുടെ ക്ലസ്റ്റർ ലെവൽ ഫെഡറേഷനുമായുള്ള മെമ്മോറാണ്ടം ഓഫ് അണ്ടർസ്റ്റാൻഡിംഗ് വഴി LFCകൾ ഡ്രോണുകൾ വാങ്ങുകയും SHGകൾക്ക് ഡ്രോണുകളുടെ ഉടമസ്ഥാവകാശം നൽകുകയും ചെയ്യും. അവയുടെ അറ്റകുറ്റപ്പണികൾക്കായുള്ള സ്വയം സഹായ സംഘങ്ങളുമൊത്തുള്ള ഡ്രോണുകൾ, നാനോ വളങ്ങളുടെ ഉപയോഗം LFCകൾ പ്രോത്സാഹിപ്പിക്കും. നാനോ വളത്തിനും കീടനാശിനി പ്രയോഗത്തിനുമായി കർഷകർക്ക് ഡ്രോൺ സേവനങ്ങൾ SHGകൾ വാടകയ്ക്ക് നൽകുകയും SHGകൾക്ക് അധിക വരുമാനം നേടുകയും ചെയ്യും. നമോ ഡ്രോൺ ദീദിയുടെ പ്രധാന സവിശേഷതകൾ ഇവയാണ്: ഡ്രോൺ വാങ്ങുന്നതിന് NRLM SHGകൾക്ക് സബ്സിഡി നൽകുന്നു. ഡ്രോൺ വിലയുടെ 80% സബ്സിഡിയായി 8 ലക്ഷം രൂപയും നൽകുന്നു. ഡ്രോണിന്റെ ബാക്കി ചിലവിന് AIFൽ നിന്ന് വായ്പാ സൗകര്യം, അതുപോലെ 3% പലിശ നിരക്കിൽ EC ലോണും നൽകുന്നതാണ്. ഡ്രോൺ പാക്കേജിന്റെ ഭാഗമായി ഡ്രോൺ പൈലറ്റ് പരിശീലനവും ഡ്രോൺ വഴി അധികമായി വരുമാനം നേടാനുള്ള അവസരവും ലഭിക്കുന്നു. വനിതാ സ്വയം സഹായ സംഘങ്ങൾക്ക് കർഷകർക്ക് ഡ്രോൺ സേവനം നൽകാവുന്നതാണ്. ഈ
പരിപാടി നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് FACT ഉദ്യോഗമണ്ഡൽ എറണാകുളം. അടുത്തതായി FACTയിൽ നിന്ന് കർഷകർക്ക് ലഭിക്കുന്ന രാസവളങ്ങളും അതുപോലെ ജൈവവളങ്ങളെയും പറ്റി പരിചയപ്പെടാം. ഭാരത് NPK 20-20-013 ഫാക്ടിന്റെ സ്വന്തം ഉൽപ്പന്നമായ ഫാക്ടംഫോസ് ഇപ്പോൾ അതേ ഇരട്ട ആന ബ്രാൻഡ് ചിഹ്നത്തിൽ ഫാക്ടിൽ നിന്ന് ഭാരത് NPK 20-20-013 ആയി ലഭിക്കുന്നതാണ്. 5 പതിറ്റാണ്ടിലേറെയായി അതേ ഗുണമേന്മയിൽ കൊച്ചിയിലെ അമ്പലമേട് ഉദ്യോഗമണ്ഡലിൽ വളം നിർമ്മാണശാലയിൽ നിന്ന് ഈ ഉൽപ്പന്നം നിർമ്മിച്ചുകൊണ്ടിരിക്കുന്നു. 60% അമോണിയം സൾഫേറ്റിന്റെയും 40% അമോണിയം ഫോസ്ഫേറ്റിന്റെയും രാസ സംയോജനമായ ഈ ഉൽപ്പന്നം സസ്യങ്ങളുടെ വളർച്ചയ്ക്ക് ആവശ്യമായ നൈട്രജൻ, ഫോസ്ഫറസ് എന്നീ 2 പ്രധാന പോഷകങ്ങൾ 20% വീതം നൽകുന്നു. കൂടാതെ ഇന്ത്യൻ മണ്ണിൽ നിർണായക മൂലകമായ സൾഫറും 13% വീതം ഇതിൽ അടങ്ങിയിട്ടുണ്ട്. ഇത് ഗുണനിലവാരവും വിളവ് മെച്ചപ്പെടുത്തുന്നതിനും സഹായകരമാകുന്നു. നൈട്രജനും ഫോസ്ഫറസും രാസപരമായി കലർന്നതിനാൽ സമീകൃത പോഷണവും ഉപയോഗക്ഷമതയും വർദ്ധിക്കും. ഉൽപ്പന്നത്തിൽ ലഭ്യമാകുന്ന നൈട്രജൻ മൂലകം അമോണിയാക്കൽ രൂപത്തിനായതിനാൽ ബാഷ്പീകരണം വഴി ഉണ്ടാകുന്ന പോഷകനഷ്ടം കുറയ്ക്കുകയും ഫോസ്ഫറസ് മൂലകം വെള്ളത്തിൽ ലയിക്കുന്നതിനാൽ വേരുകൾക്ക് പോഷകങ്ങൾ എളുപ്പത്തിൽ ആഗീകരണം ചെയ്യുവാനും സാധിക്കുന്നു. ഫാക്ടംഫോസ് അടിവളമായും മേൽവളമായും ഉപയോഗിക്കാം. ഭാരത് NPK 20-5-00-23 ഫാക്ട് അമോണിയം സൾഫേറ്റ് ഇപ്പോൾ അതേ ഇരട്ട ആന ബ്രാൻഡ് ചിഹ്നത്തിൽ FACTയിൽ നിന്ന് ഭാരത് NPK 20-5-00-23 എന്ന പേരിൽ ലഭ്യമാണ്. 6 പതിറ്റാണ്ടിലേറെയായി FACTയുടെ അതേ ഗുണമേന്മയിൽ കൊച്ചിയിലെ ഉദ്യോഗമണ്ഡലിൽ നിന്നാണ് ഈ ഉൽപ്പന്നം നിർമ്മിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ ഉൽപ്പന്നത്തിൽ 20.5% നൈട്രജനും 23% സൾഫറും അടങ്ങിയിരിക്കുന്നു. നൈട്രജനും സൾഫറും ചേർന്ന രാസമിശ്രിതമായ ഈ ഉൽപ്പന്നം ചെടികൾക്ക് ലഭിക്കുന്ന പോഷകങ്ങളുടെ കാര്യക്ഷമത വർദ്ധിപ്പിക്കാൻ സഹായിക്കുന്നു. വളത്തിൽ അടങ്ങിയിരിക്കുന്ന സൾഫർ മൂലകം വിളകളുടെ വിളവും ഗുണമേന്മ വർദ്ധിപ്പിക്കുന്നതിനും സഹായിക്കും. കൂടാതെ സൾഫർ കീടങ്ങളെയും രോഗങ്ങളെയും വിളകളെ ബാധിക്കാതെ പ്രതിരോധിക്കുന്നു. നെല്ല്, വാഴ, കരിമ്പ്, പച്ചക്കറികൾ, കാപ്പി, തേയില, കുരുമുളക് തുടങ്ങിയ തോട്ടവിളകൾക്ക് അനുയോജ്യമായ വളമാണ് ഈ ഉൽപ്പന്നം. ഭാരത് NPK 20.5-00-23 വസ്തുതയിൽ അടങ്ങിയിരിക്കുന്ന നൈട്രജൻ അമോണിയക്കൽ രൂപത്തിനായതിനാൽ മണ്ണിൽ നിന്ന് ഒലിച്ചു പോകാതെയും ബാഷ്പീകരണം കുറയ്ക്കുകയും ചെയ്യുന്നു. അമോണിയം സൾഫേറ്റ് ഈർപ്പം ആഗീകരണം ചെയ്യുന്നില്ല, ആയതിനാൽ പോഷകങ്ങൾ നഷ്ടപ്പെടുന്നില്ല. ഭാരത് NPK 15-15-15 FACT NPK 15-15-15 എന്ന അളവിൽ നൈട്രജൻ, ഫോസ്ഫറസ്, പൊട്ടാസ്യം എന്നീ 3 പ്രധാന പോഷകങ്ങൾ 15% വീതം തുല്യ അളവിൽ അടങ്ങിയിരിക്കുന്നു. NPK 15-15-15ന്റെ പ്രയോഗം മൂലം വിളകളുടെ വളർച്ച, വേര് വികസനം, മെച്ചപ്പെട്ട വിളവ് എന്നിവ വർദ്ധിപ്പിക്കുന്നു. നൈട്രജൻ വിളകളുടെ വളർച്ചയ്ക്കും ഫോസ്ഫറസ് വേരുകളുടെ വികസനം വർദ്ധിപ്പിക്കുവാനും പൊട്ടാസ്യം രോഗപ്രതിരോധത്തിനും വളർച്ചയെ പ്രോത്സാഹിപ്പിക്കുന്നതിനും സഹായിക്കുന്നു. കൂടാതെ 3 പോഷകങ്ങളും മൊത്തത്തിലുള്ള വളർച്ചയ്ക്ക് വിളവ് ഉറപ്പിക്കുന്നതിനും പ്രധാന പങ്ക് വഹിക്കുന്നു. ഈ വളങ്ങൾ ചെറിയ കൃഷിയിടങ്ങളിൽ അല്ലെങ്കിൽ അടുക്കള തോട്ടങ്ങൾക്ക് അനുയോജ്യമാണ്. ഈ വളം ഫാക്ട് സ്ഥാപനത്തിന്റെ ഇരട്ട ആനമുദ്രയിൽ കർഷകർക്ക് വിതരണം ചെയ്യപ്പെടുന്നു. FACTയിൽ നിന്നും ഭാരത് MOP FACT MOPയിൽ 60% പൊട്ടാഷ് അടങ്ങിയിട്ടുണ്ട്. ചെടികളുടെ വളർച്ചയ്ക്ക് ആവശ്യമായ പ്രധാന പോഷകങ്ങളിൽ ഒന്നാണ് പൊട്ടാഷ്. കീടങ്ങൾക്കും രോഗങ്ങൾക്കും എതിരെയുള്ള പ്രതിരോധം വർദ്ധിപ്പിക്കാനും നൈട്രജൻ വളങ്ങളുടെ അമിതമായ ഉപയോഗത്തിൽ നിന്ന് ഉണ്ടാകുന്ന അസന്തുലിത അവസ്ഥ പരിഹരിക്കാനും വരൾച്ചയിൽ നിന്ന് വിളകളെ സംരക്ഷിക്കാനും പൊട്ടാഷ് സഹായിക്കുന്നു. ധാന്യങ്ങളുടെ വലിപ്പവും വിളവിന്റെ ഗുണനിലവാരവും വർദ്ധിപ്പിക്കാൻ പൊട്ടാസ്യം സഹായിക്കുന്നു. നിലക്കടല, സൂര്യകാന്തി തുടങ്ങിയ എണ്ണക്കുരുക്കളിൽ എണ്ണയുടെ അളവ് വർദ്ധിപ്പിക്കാൻ പൊട്ടാസ്യം സഹായിക്കുന്നു. പൊട്ടാഷ് വളം ഫാക്ട് സ്ഥാപനത്തിന്റെ ഇരട്ടാന മുദ്രയിൽ കർഷകർക്ക് വിതരണം ചെയ്യപ്പെടുന്നു. വാഴ, നെല്ല്, കരിമ്പ്, പച്ചക്കറികൾ തുടങ്ങിയ എല്ലാ വിളകൾക്കും പൊട്ടാസ്യം ഉപയോഗിക്കാവുന്നതാണ്. ഫാക്ട് ഓർഗാനിക് എന്നത് FCO നിർദ്ദേശങ്ങൾ പ്രകാരം വികസിപ്പിച്ചെടുത്ത് ഫാക്ട് വിപണനം ചെയ്യുന്ന ഒരു പ്രകൃതിദത്ത ജൈവവളമാണ്. ഫാക്ട് ഓർഗാനിക് മണ്ണിന്റെ ഘടന, ജലം നിർത്താനുള്ള ശേഷി തുടങ്ങിയവയെ മെച്ചപ്പെടുത്തുന്നു. ഈ ജൈവവളത്തിൽ 12% ഓർഗാനിക് കാർബണും ചെറിയ അളവിൽ NPKയും അടങ്ങിയിരിക്കുന്നു. ഇതുകൂടാതെ കാൽസ്യം, മഗ്നീഷ്യം, സൾഫർ മൂലകങ്ങളും കൂടാതെ ഇരുമ്പ്, സിങ്ക്, ബോറോൺ തുടങ്ങിയ സൂക്ഷ്മ പോഷകങ്ങളും ചെറിയ അളവിൽ നൽകുന്നു. ഫാക്ട് ഓർഗാനിക് എല്ലാ മണ്ണിലും, എല്ലാ വിളകളിലും, എല്ലാ സീസണിലും പ്രയോഗിക്കാവുന്നതാണ്. ഫാക്ട് ഓർഗാനിക്കിൻ്റെ ഉപയോഗം മൂലം മണ്ണിരയുടെ എണ്ണത്തിലും ഗണ്യമായ വർധനവുണ്ടാകുന്നു. കൂടാതെ മണ്ണിൽ വായുസഞ്ചാരം വർദ്ധിക്കുന്നു. അമ്ലാവസ്ഥയും ക്ഷാരാവസ്ഥയും പോലുള്ള അസാധാരണ അവസ്ഥകളിൽ നിന്ന് മണ്ണിൻ്റെ pHനെ ഫാക്ട് ഓർഗാനിക് നിയന്ത്രിക്കുന്നു. ഫാക്ട് ഓർഗാനിക്കിൻ്റെ ഉപയോഗം മൂലം
വേരുകളുടെ വളർച്ച മെച്ചപ്പെടുത്തുകയും ഉൽപാദനക്ഷമത വർദ്ധിക്കുകയും ചെയ്യുന്നു. ഫാക്ട് ഓർഗാനിക് ജൈവ കൃഷിക്കും പഴം പച്ചക്കറി തോട്ടങ്ങൾക്കും അടുക്കളത്തോട്ടങ്ങൾക്കും അനുയോജ്യമാണ്. ഫാക്ട് ഓർഗാനിക് പ്ലസ് ഫാക്ട് വിപണനം ചെയ്യുന്ന ഒരു കോഴി അധിഷ്ഠിത പ്രകൃതിദത്ത വളമാണ് ഓർഗാനിക് പ്ലസ്. കൂടാതെ ഈ ജൈവവളം FCO നിർദ്ദേശങ്ങൾ പ്രകാരം വികസിപ്പിച്ചെടുത്തതാണ്. ഓർഗാനിക് പ്ലസ് മണ്ണിന്റെ ഘടന മെച്ചപ്പെടുത്തുകയും ജലം നിർത്താനുള്ള ശേഷിയും വർദ്ധിപ്പിക്കുന്നു. ഇത് മണ്ണിന്റെ വൻതോതിലുള്ള സാന്ദ്രത കുറയ്ക്കുകയും അതുവഴി ഉൽപാദനക്ഷമത വർദ്ധിപ്പിക്കാൻ സഹായിക്കുകയും ചെയ്യുന്നു. ഫാക്ട് ഓർഗാനിക് പ്ലസിൽ 14% ഓർഗാനിക് കാർബണും 0.5% NPKയും കൂടാതെ ചെറിയ അളവിൽ കാൽസ്യം, മഗ്നീഷ്യം, സൾഫർ സൂക്ഷ്മപോഷകങ്ങളും അടങ്ങിയിരിക്കുന്നു. എല്ലാ മണ്ണിലും എല്ലാ വിളകളിലും ഇത് ഉപയോഗിക്കാവുന്നതാണ്. ഓർഗാനിക് പ്ലസ് ജൈവ കൃഷിക്കും പഴം പച്ചക്കറി തോട്ടങ്ങൾക്കും അടുക്കളത്തോട്ടങ്ങൾക്കും അനുയോജ്യമാണ്. ഫാക്ട് പ്രോം ഫോസ്ഫറസ് റിച്ച് ഓർഗാനിക് മാനുവർ ഭാരത സർക്കാരിന്റെ PM പ്രണാം എന്ന സംരംഭത്തിന് കീഴിൽ FCO നിർദ്ദേശങ്ങൾ പ്രകാരം വികസിപ്പിച്ചെടുത്ത് വിപണനം ചെയ്യുന്ന ജൈവ അധിഷ്ഠിത പ്രകൃതിദത്ത വളമാണ് പ്രോം. ഈ വളം FCO നിർദ്ദേശപ്രകാരം ഉൽപ്പാദിപ്പിക്കുന്നതാണ്. ഉയർന്ന ഗുണമേന്മയും ആവശ്യമായ പോഷകങ്ങൾ മണ്ണിലേക്ക് സാവധാനത്തിൽ പുറത്തുവിടുന്നതുമായ ഈ ജൈവവളം മണ്ണിനെ സമ്പുഷ്ടമാക്കുന്നതിന് ഏറെ സഹായകരമാകുന്നു. ഇതിൽ P2O5 ആയി 8% ഫോസ്ഫറസ് കൂടാതെ ചെറിയ അളവിൽ നൈട്രജൻ, പൊട്ടാഷ്, കാൽസ്യം, മഗ്നീഷ്യം, സൾഫർ സൂക്ഷ്മപോഷകങ്ങളും അടങ്ങിയിരിക്കുന്നു. പ്രോം എല്ലാ മണ്ണിലും എല്ലാ വിളകളിലും എല്ലാ സീസണിലും പ്രയോഗിക്കാവുന്നതാണ്. പ്രോമിന്റെ പ്രയോഗം മൂലം മണ്ണിന്റെ ഓർഗാനിക് കാർബണിന്റെ അളവ് വർദ്ധിപ്പിക്കുകയും മണ്ണിന്റെ സുഷിരതയും ജലാംശം നിലനിർത്താനുള്ള ശേഷിയും മെച്ചപ്പെടുത്തുന്നു. ഇപ്രകാരം പ്രോം ഒരു മണ്ണ് കണ്ടീഷണറായും പ്രവർത്തിക്കുന്നു. ഫാക്ട് FOM ഫെർമെന്റഡ് ഓർഗാനിക് മാനുവർ ഫാക്ട് FOM പരിസ്ഥിതി സൗഹൃദവും മണ്ണിൽ ദീർഘകാലം നിലനിൽക്കുന്നതുമായ പ്രകൃതിദത്ത ജൈവവളമാണ്. ഈ വളം FCO നിർദ്ദേശപ്രകാരം ഉൽപ്പാദിപ്പിക്കുന്നതാണ്. ഫാക്ട് FOMൽ നൈട്രജൻ, ഫോസ്ഫറസ്, പൊട്ടാസ്യം എന്നിവ കുറഞ്ഞത് 1 മുതൽ 2% വീതവും കൂടാതെ ചെറിയ അളവിൽ കാൽസ്യം, മഗ്നീഷ്യം, സൾഫർ സൂക്ഷ്മപോഷകങ്ങളും അടങ്ങിയിരിക്കുന്നു. മണ്ണിന്റെ ഘടനയെ പരിപോഷിപ്പിക്കുകയും ചെടികൾക്ക് പോഷക ലഭ്യത വർദ്ധിപ്പിക്കുകയും ചെയ്യുന്ന FOM ജൈവ കൃഷിക്കും പഴം പച്ചക്കറി തോട്ടങ്ങൾക്കും അടുക്കളത്തോട്ടങ്ങൾക്കും അനുയോജ്യമാണ്. പ്രോം എല്ലാ മണ്ണിലും എല്ലാ വിളകളിലും എല്ലാ സീസണിലും പ്രയോഗിക്കാവുന്നതാണ്. ഫാക്ട് PDM പൊട്ടാഷ് ഡിറൈവ്ഡ് ഫ്രം മൊളാസസ് പൊട്ടാഷിന്റെ സ്വാഭാവിക ഉറവിടം എന്ന് വിശേഷിപ്പിക്കാവുന്ന ജൈവവളമാണ് ഫാക്ട് PDM. കരിമ്പ് പിഴിഞ്ഞു കെട്ടുന്ന ശർക്കരപ്പാവിൽ നിന്നും വികസിപ്പിച്ചെടുത്ത ഈ ജൈവവളത്തിൽ 14% പൊട്ടാസ്യം അടങ്ങിയിരിക്കുന്നു. ഈ ജൈവവളം FCO നിർദ്ദേശപ്രകാരം ഉൽപ്പാദിപ്പിക്കുന്നതാണ്. ചെറിയ അളവിൽ നൈട്രജൻ, ഫോസ്ഫറസ്, കാൽസ്യം, മഗ്നീഷ്യം, സൾഫർ കൂടാതെ ചെറിയ അളവിൽ സൂക്ഷ്മ പോഷകങ്ങളും അടങ്ങിയിട്ടുണ്ട്. PDM ഉപയോഗിക്കുന്നത് മൂലം ചെടികളിലെ സസ്യ ഹോർമോണുകളെ ഉണർത്തി വിളകളുടെ അഭിവൃദ്ധിക്കും അതിനോടൊപ്പം തന്നെ മണ്ണിന്റെ ഘടന, ജലം നിർത്താനുള്ള ശേഷി, മണ്ണിന്റെ ആരോഗ്യം എന്നിവ മെച്ചപ്പെടുത്തുകയും ചെയ്യുന്നു. മണ്ണിൽ ഒരിക്കൽ പ്രയോഗിച്ചാൽ സൂക്ഷ്മാണുക്കൾ പെരുകി മണ്ണിന്റെ ഫലപുഷ്ടിയും ഇതിനോടൊപ്പം വർദ്ധിപ്പിക്കുന്നു. ജൈവകൃഷിക്ക് ഏറ്റവും അനുയോജ്യമായ വളമാണ് PDM. എല്ലാ വിളകൾക്കും എല്ലാ മണ്ണിനും വിളകളുടെ വളർച്ചയെ പ്രതിരോധിക്കുന്നതിന് PDM അത്യുത്തമമാണ്. ഈ പരിപാടി നിങ്ങൾക്കായി അവതരിപ്പിച്ചത് FECT ഉദ്യോഗമണ്ഡൽ എറണാകുളം. വീണ്ടും അടുത്തയാഴ്ച ഇതേ സമയം. എല്ലാ പ്രിയപ്പെട്ട ശ്രോതാക്കൾക്കും നമസ്കാരം. FECT കാർഷിക സ്പോൺസർഡ് പരിപാടി.